ഡിവൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ നീലക്കടൽ സാക്ഷി. വർഷങ്ങളുടെ അടങ്ങാത്ത കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റൊരു വീരഗാഥ പിറന്നു. ക്രിക്കറ്റിനെ ഹൃദയത്തിലേറ്റിയ ഒരു ജനതയ്ക്ക് ഇതിലും വലുത് എന്ത് കണ്ടു തീർക്കാനാണ്? വീഴ്ചയിലും വിജയത്തിനായി പെൺപട താണ്ടിയ അത്യുദ്യാനത്തിന് അവർക്കൊരു ദിനം കാത്തിരുന്നു. കിരീടമില്ലാത്ത ഇന്ത്യൻ പെൺപടയ്ക്ക് കാലം കാത്തുവെച്ചത് കനകം കടഞ്ഞെടുത്ത ഒരു ലോക കിരീടം. ക്രിക്കറ്റ് ചരിത്രത്തിൽ നിങ്ങളിൽ ഒരു ലോക കിരീടത്തിന്റെ കുറവ് കണ്ടതെങ്കിൽ പോരാട്ടത്തിന്റെ നാൾ വഴികൾക്കിപ്പുറം ഇന്ന് പെൺകരങ്ങളിൽ പ്രകാശം പ്രവാഹിച്ചൊരു കിരീടമുണ്ട്. 2 തവണ കൈവിട്ട ഏകദിന ലോകകപ്പ് ഇന്നവരുടെ കയ്യിൽ ഭദ്രം. കന്നിക്കിരീടത്തിന്റെ അടങ്ങാത്ത ആ കാത്തിരിപ്പിന് പരകോടി മനുഷ്യരുടെ പ്രാർത്ഥനയുണ്ട്. ഇടയ്ക്കെപ്പോഴോ കൈവിട്ടെന്ന് കരുതിയെങ്കിൽ ആത്മവിശ്വാസം പെൺമനസ്സുകളിൽ ആവാഹിച്ചായിരുന്നു ആ പോരാട്ടം. ആ പോരാട്ടത്തിനൊടുക്കം വിശ്വമാംഗവേദിയിലെ പെൺപടയുടെ കിരീടധാരണം. ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്ന് ഇന്ത്യൻ മണ്ണിൽ ഒരു വീരചരിത്രം രചിക്കാൻ ആഫ്രിക്കൻ പട ബാറ്റെടുത്തു. പ്രതീക്ഷയ്ക്കപ്പുറം ഒരു തുടക്കത്തിൽ ആവേശപ്പോരിന്റെ ക്രിക്കറ്റ് വിരുന്ന്. എന്നാൽ കൃത്യമായ ഇടവേളകൾ അളന്ന് ഇന്ത്യൻ നീലപ്പട വിക്കറ്റുകൾ വീഴ്ത്തി. പക്ഷേ ഒരറ്റത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റന്റെ പോരാട്ടം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് ഇതൊരു വിലങ്ങുതടിയായി. എന്നാൽ സെഞ്ചുറി കടന്ന് ദീപ്തിക്ക് മുന്നിൽ തല ഉയർത്തി മടങ്ങേണ്ടി വന്നു ക്യാപ്റ്റന്. സ്മൃതിയും ഷഫാലിയും ചേർന്ന് ഒരു ഉജ്ജ്വല തുടക്കം. ഇത് തന്നെയാണ് ഇന്ത്യക്ക് കരുത്തായതും കാവലായതും. 45 സ്മൃതിയുടെ മടക്കമൊന്നും ഷഫാലിയെ പിന്നോട്ടടിച്ചില്ല. 87 റൺസുകളാണ് കലാശക്കളിയിൽ സമ്മർദ്ദത്തെ കടന്ന് നേടിയെടുത്തത്. 88 ദീപ്തിയുടെ ധീരമായ ഒരു ഇന്നിങ്സും. ഒടുവിൽ റിച്ചയുടെ കലാശക്കൂട്ടിൽ ദേവി മുംബൈയിൽ 298 കൊണ്ട് മോഹക്കപ്പിന് മുന്നിൽ റൺമല കെട്ടി ഇന്ത്യൻ ടീം. ലോറ ഔട്ടായതോടെ ഇന്ത്യ ജയമുറപ്പിച്ചു. 45 ഓവറിലെ അവസാന പന്തിൽ ദക്ഷിണാഫ്രിക്കയുടെ 9ാം വിക്കറ്റും വീണു. ജയത്തിലേക്ക് പിന്നെ 1 വിക്കറ്റിന്റെ മാത്രം അകലം. 46 ഓവറിന്റെ 3ാം പന്തിൽ ദീപ്തി തന്നെ ആ കർത്തവ്യം നിർവഹിച്ചു. അനായാസം മുന്നേറിയ ആഫ്രിക്കൻ കരുത്തിന് ഇന്ത്യൻ കടിഞ്ഞാണിട്ടു. പന്തെടുത്തതും ഷഫാലിയുടെ അടങ്ങാത്ത വീര്യത്തിൽ വിക്കറ്റ് 2 നേട്ടം. വീഴാൻ മനസ്സില്ലാത്ത ആഫ്രിക്കൻ പെൺപുലികൾക്ക് പക്ഷെ ദീപ്തമായൊരു വലയത്തിൽ അടങ്ങേണ്ടി വന്നു. ഒടുവിൽ 55 റൺസ് അകലെ ഇന്ത്യ കണ്ട അടങ്ങാത്ത സ്വപ്നങ്ങൾക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഗ്യാലറിയിൽ ഇതുപോലൊരു കാഴ്ചയ്ക്കായി മനം കൊതിച്ചെത്തിയവർക്ക് ഇന്ത്യൻ പെൺപുലികൾ പകരം നൽകിയത് സ്വർണം കൊണ്ടൊരു കനക കിരീടവും. 2 തവണ കൈവിട്ട ആ ഏകദിന ലോകകപ്പ് ഇന്ത്യൻ വനിതകൾ തിരിച്ചു പിടിച്ചപ്പോൾ പിറന്നത് ഒരു തലമുറയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് വരും തലമുറയും ഈ പെൺപട തീർത്ത വിജയഗാഥയിൽ ആവേശം കൊള്ളും. ഇന്ത്യക്കായി അഭിമാനത്തിന്റെ നിറച്ചാർത്തു നിറച്ച ഇന്ത്യൻ ജനത സ്വപ്നം കണ്ട ആ സ്വപ്ന കിരീടം ഞങ്ങൾക്ക് നേടിത്തന്ന ടീം ഇന്ത്യ, നിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ.